ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനലായ വ്ളോഗ്സിലേക്ക് സ്വാഗതം. വ്ളോഗ്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും, ഓക്കെ, ഇത് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആണെന്ന് വിചാരിക്കും. അതൊരിക്കലും അല്ല. ഇത് വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ആൻ്റണി, എൻ്റെ കൊച്ചിൻ്റെ പേര് ഐറ. അപ്പം ഞങ്ങൾ അതും കൂടെ ചേർത്താണ് വ്ളോഗ്സ് എന്നിട്ടത്, ആൻ്റണി ആൻഡ് ഐറ. അപ്പം ഇതിലെ പ്രധാന കഥാപാത്രമായ നമുക്ക് ഐറനെ പരിചയപ്പെട്ടാലോ. ഐറ, ഓടി വാ വാ വാ, ഇവിടെ വന്നേ. ഓക്കെ, ഇതാണ് ഐറക്കുട്ടി. ആ പറഞ്ഞേ, എന്താ പേര് പറഞ്ഞേ? അപ്പയായിരേ. ആ പേര് പറഞ്ഞേ. അപ്പടി, നിന്റെ പേരെന്നാ? ഐറ. നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? വെൽക്കം ടു വ്ളോഗ്സ്. ആ, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോന്നേ? സ്റ്റാർ ഇടാൻ പോണു അല്ലേ? ഉണ്ണേഷിന് നമ്മൾ സ്റ്റാർ ഇടാൻ പോവല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർ ഇട്ടാലോ? പറ, എല്ലാരോടും പറ. ഐറ സ്റ്റാർ ഇടാൻ പോവാന്ന് പറ. ആ, സ്റ്റാർ ഇടാൻ പോവാ. നമുക്ക് ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർ ഇടാനുള്ള ഐറ്റംസ് എടുത്ത്, ഇതാണ് സ്റ്റാർ. ഇതൊരു പഴയതാണ്, കഴിഞ്ഞ വർഷം യൂസ് ചെയ്തതാണ്. പിന്നെ ബൾബും വയസ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർ ഇടുന്ന പരിപാടിയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റാറിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? സ്റ്റാർ കഴിഞ്ഞില്ലേ? സ്റ്റാർ കത്തിയില്ലേ? നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുത്താലോ? ആ, കാണിച്ചു കൊടുക്കാം അല്ലേ? വലിയ സ്റ്റാർ ആണോ? ആ, ഓക്കെ. അപ്പൊ സ്റ്റാർ ഒന്ന് നമുക്കൊന്ന് കാണാവേ. ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാ അല്ലേ? പുൽക്കൂട് ഉണ്ടാക്കാൻ പോകണോ? ആ, പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാ. ഉണ്ണേഷിനെ കാണിക്കാൻ ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഇനി പുൽക്കൂട് പ്രിപ്പറേഷനിലോട്ട് തുടങ്ങാം. ബേസിക്കലി ഞങ്ങൾക്കൊരു പുൽക്കൂട് പഴയതിരിപ്പുണ്ട്. അതല്ലാണ്ട് ഒരെണ്ണം പുതിയത് ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പം അതിന്റെ പണിയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഹലോ, അപ്പോൾ നമ്മൾ പുൽക്കൂടിന്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് മാറ്റേണ്ടി വരും. കാര്യം ഇത് പാസ്റ്റർ പാലിസ് കൊണ്ടൊക്കെ ഉള്ള പരിപാടി. കൊച്ചിന് അത്ര നന്നല്ല. അവൾ ഇതിലെങ്ങാനും കയറി പണിത് കഴിഞ്ഞാൽ മൊത്തം പൊളിയും അല്ലേ? അപ്പം ഐറക്കുട്ടി നമ്മൾ ആ പാത്ത് കൊണ്ട് നിർത്താൻ പോകും അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കൊണ്ടൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ആളെ അവിടെ കൊണ്ട് ഐറനെ അവിടെ നിർത്തിയപ്പോൾ ആൾക്ക് വിഷമമായിരുന്നു. എന്ത് ചെയ്യാനാ, നമുക്കിത് ചെയ്യണ്ടേ? ഓക്കെ, അപ്പം ഞാൻ ഇതായിട്ട് കരുതിയിരിക്കുന്ന ഒരു പഴയ തെർമോക്കോളാണ്. എനിക്ക് തോന്നുന്നു ടിവിയുടെ ഞാൻ തോന്നുന്നു. അങ്ങനെ 2 പീസ്, പിന്നെ ഇങ്ങനെ ഒരു പീസ്, അങ്ങനെ 3 പീസ് നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ പാസ്റ്റർ പാലിസ്, ഫെബിക്കോൾ, പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് തുടങ്ങാം. ഇതിനൊരു ബേസ്മെന്റ് വേണം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊരു പഴയ തടി പീസ് ഇവിടെ ഇരുന്നാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഒരു ബേസ്മെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ബേസ്മെന്റിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത്, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നേരത്തെ ഒന്ന് അറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, മുറിച്ചെടുത്ത്. ഓക്കെ, ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഗം ചെയ്ത് പാസ്റ്റർ പാലിസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് മേൽക്കൂരയായിട്ട് ഇവിടെ നമുക്ക് വൈക്കോലൊക്കെ ഇട്ട് സെറ്റാക്കാം. ഓക്കെ, ഓക്കെ, അപ്പം ഏകദേശം സെറ്റായിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കാം. പിന്നെ നമുക്ക് പാസ്റ്റർ പാലിസ് കലക്കുമ്പോൾ ഒരു ഗ്ലൗസ് ഇടുന്ന സേഫ്റ്റിയാണ്, കൈ പൊള്ളാതിരിക്കും. പിന്നെ അലർജി ഉള്ളവർക്കാണെങ്കിലും നല്ലതാണ്. ഓക്കെ, നമുക്കിന്ന് കലക്കാം. അങ്ങനെ നമ്മൾ കലക്കി വെച്ച പാസ്റ്റർ പാലിസ് നമ്മൾ ഇതിനോട്ട് തേച്ച് പുരട്ടാണ്. പാസ്റ്റർ പാലിസ് തേച്ചിട്ട് നമുക്കൊരു ടൈം എടുക്കും ഇതൊക്കെ ഒന്ന് സെറ്റായി.
ബേസ് എല്ലാം ഒന്ന് കുറച്ച് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ബേസ് ഒക്കെ സെറ്റ് ആയിരിപ്പുണ്ട്. ഓക്കെ, കുറച്ച് ഭാഗം കൂടെ ഉണങ്ങാനുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പാറക്കെട്ടുകളൊക്കെ, അപ്പോൾ അതിന് ഞാൻ കുറച്ച് വേസ്റ്റ് തുണികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പാറക്കെട്ടുകൾ സെറ്റ് ചെയ്യാം. ഹലോ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഡേയിലാണ്. എനിക്കൊന്ന് പുൽക്കൂടൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോണ്ട് ബാക്കി ചെയ്യാൻ പറ്റാഞ്ഞ്. അപ്പൊ അയറക്കൂട്ടനുണ്ട്. ഇന്ന് നമ്മൾ പെയിന്റ് ചെയ്യാൻ അല്ലേ? ബ്രഷൊക്കെ കാണിച്ചേ. നമ്മൾ എന്നാ പെയിന്റ് ചെയ്യാൻ പോന്നേ? പുൽക്കൂട്. പുൽക്കൂട് പെയിന്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഇന്ന് അയറനെ കൂടെ കൊണ്ടുവന്നുണ്ട്. നോക്കാം എങ്ങനെയാവുമെന്ന്. അലമ്പാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് പുൽക്കൂടിന്റെ പെയിന്റിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം പെയിന്റ് അടിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്, റെഡ്. അപ്പോൾ ഇത്രയും ഫാബ്രിക് പെയിൻറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് മിക്സ് ചെയ്ത് പെയിന്റ് അടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് റെഡ് കളർ ഒഴിക്കാം. അരയുടെ കൈ പറ്റല്ലേ, അര ഗ്ലൗസ് ഇട്ടേക്കുമല്ലേ. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് ബ്ലാക്ക് ഒഴിക്കാം. ഒരു പൊട്ടിക്ക് യെല്ലോയും കൂടെ ഒഴിക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വേറെ ബ്രഷ് വെച്ച് അടിക്കുവാണോ? അപ്പം എന്തേക്കാം, മോളും അടിച്ചു. വേറെ പെയിന്റ് അടിക്കുവാണോ? വേറെ എന്തിനാ പെയിന്റ് അടിക്കുന്നത്? പുൽക്കൂടിനാണോ? ആണോ? ആരുടെ കൈ ഇരിക്കുന്നില്ല, ഗ്ലൗസോ? മൊത്തം പെയിന്റ് അടിക്കുവോ? ആഹാ, എന്നിട്ട് എന്തിനാ? ഉണ്ണിയേശുവിനെ വെക്കാനാണോ? ആഹാ, പിന്നെ ക്രിസ്മസ് പാപ്പ വരും അല്ലേ? മാലാക വരും. സൂപ്പറായിട്ടാണല്ലോ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പെയിന്റ് അടി എല്ലാം കഴിഞ്ഞു, സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മുടെ അയറക്കുട്ടനാണ് പെയിന്റ് ചെയ്തത് അല്ലേ? അയറല്ലേ ഇത് പെയിന്റ് ചെയ്തേ? അയറമോളല്ലേ പെയിന്റ് ചെയ്തേ? പറ. അപ്പയും പെയിന്റ് ചെയ്തു, അയറയും പെയിന്റ് ചെയ്തല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ ഇത് മൊത്തം പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനിയിപ്പം ഈ കാണുന്ന പുല്ലുകൾ നമുക്കൊന്ന് ഒട്ടിക്കാം. ഇതൊക്കെ ഒന്ന് അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ഒട്ടിക്കാം. അപ്പം ഞാനും അയറയും കൂടെ ഒട്ടിക്കാൻ പോവാം അല്ലേ? അയറ ഒട്ടിക്കാൻ പോവല്ലേ? ഒട്ടിക്കാൻ പോവല്ലേ? പശ വെച്ച് ഒട്ടിക്കാൻ പോവല്ലേ? ഓക്കെ.
ഹലോ, അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത പെയിന്റിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞുണ്ട്. പിന്നെ പുല്ലെല്ലാം ഒട്ടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അയറക്കൂട്ടം കല്ലെല്ലാം പെറുക്കി വെച്ചോണ്ടിരിക്കുക അല്ലേ? കല്ല് വെക്കുവാണോ? കല്ല് വെക്കാം. അപ്പൊ അങ്ങനെ കല്ലെല്ലാം വെച്ച് നമ്മള് ഇവിടെ ഇനി കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ഇനി ട്രീ ബോൾ ഇടണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അവിടെ കഴിഞ്ഞ് നമ്മുടെ പുൽക്കൂണ്ട പരിപാടി ഏകദേശം ഒക്കെ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മുടെ പുൽക്കൂടിന്റെ പണി ഏകദേശം തട്ടിക്കൂട്ടി ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ അയറക്കൂട്ടനെ പറ്റിക്കാൻ ഞാനൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിഥി അവള് കല്ല് പെറുക്കിയിട്ട് കളിക്കുക. ഇനി നമുക്ക് ട്രീയിൽ കുറച്ച് ബോൾ ഇടാം അല്ല അയറക്കൂട്ട? ട്രീ ബോൾ ഇടാൻ പോവാണോ? ട്രീ ബോൾ ഇടാൻ പോവാ. അതിലെ കല്ലെല്ലാം പെറുക്കി ഇവിടെ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ, സീ യു ടുമാറോ.